അഭിലാഷെ, ഒരുപക്ഷെ സമീപകാലത്ത് ഒരു ലൈംഗിക അധിക്ഷേപ കേസിലെ പ്രതിക്കു വേണ്ടി അയാളെ വെള്ള പൂശുന്നതിന് വേണ്ടി അയാളെ വിശുദ്ധനാക്കുന്നതിന് വേണ്ടി നമ്മുടെ മാധ്യമങ്ങൾ ഏതാണ്ട് മഹാഭൂരിപക്ഷവും കൈകോർത്ത് നിന്ന് പരാതിക്കാരിയായ ഒരു വനിതയെ അപമാനിക്കാനും ആക്ഷേപിക്കാനും നമ്മുടെ ടെലിവിഷൻ മുറികൾ വരെ ഉപയോഗിക്കുന്ന ഒരു കാഴ്ചയാണ് ഇപ്പോൾ കേരളം കാണുന്നത്. ഷിജു, അത് കടന്ന ഒരു ആരോപണമാണ്. ഒരു ലൈംഗിക കുറ്റവാളിയെ കേരളത്തിലെ മാധ്യമങ്ങൾ എന്തിന് വെള്ളപൂശണം? ഈ വിഷയം ആദ്യമായിട്ടാണ് ഈ ന്യൂസ് റൂമിൽ ചർച്ച ചെയ്യുന്നത്. അതിന് കാരണം എന്ന് പറയുന്നത് ഒരാൾക്കെതിരെ ഒരു ലൈംഗിക ആരോപണം ഉന്നയിക്കുക, അതിനെ സബ്സ്റ്റാൻഷിയേറ്റ് ചെയ്യാൻ ഒന്നും കൊണ്ടുവരാതിരിക്കാൻ ഉള്ള സാഹചര്യം വരിക. നിങ്ങൾക്ക് അതിന് സബ്സ്റ്റാൻഷിയേറ്റ് ചെയ്യാൻ കൊണ്ടുവരാൻ പറ്റുന്നില്ല. അപ്പൊ ഒരു വ്യക്തിയെ വ്യാജോക്തികൾ കൊണ്ടും വ്യാജം കൊണ്ടും വേട്ടയാടുന്നതും മനുഷ്യാവകാശ ലംഘനമാണല്ലോ. അല്ല, ഞാനൊരു കാര്യം പറയട്ടെ. അഭിലാഷ് ദീർഘമായി ഈ ചർച്ചയുടെ അവതരണം നടത്തിയപ്പോൾ ഞാൻ ഇടപെട്ടോ? അഭിലാഷിന് ചോദ്യം ചോദിക്കാനുള്ള സ്വാതന്ത്ര്യത്തിൽ ഞാൻ ഇടപെട്ടില്ല. ഇല്ല, താങ്കൾ ഒരു ആരോപണം ഉന്നയിച്ചപ്പോൾ ഞാൻ അതിന് മറുപടി പറഞ്ഞതേ ഉള്ളൂ. തുടർന്ന് അങ്ങോട്ട് ഞാൻ ഇടപെടാൻ ഉദ്ദേശിക്കുന്നില്ല. അതൊക്കെ സഹനശക്തിയോടെ കേട്ടിരിക്കും അഭിലാഷേ. എന്നിട്ട് നിങ്ങൾക്ക് സമയമുണ്ടല്ലോ. ഇത് നിങ്ങളോട് ഞാൻ അങ്ങോട്ട് ക്ഷണിച്ച് നിങ്ങൾ ആവശ്യപ്രകാരം വന്നതല്ലല്ലോ, നിങ്ങൾ എന്നെ ക്ഷണിച്ച് വന്നതല്ലേ. ഒരു സാമാന്യമായ മര്യാദ കാണിക്കണം. ഞാൻ പറഞ്ഞത്, അപ്പോൾ ഒരു ലൈംഗിക അതിക്രമ കേസിലെ പ്രതിക്കു വേണ്ടി നമ്മുടെ ചാനൽ മുറികളിലെ പ്രസിദ്ധരും അപ്രശസ്തരുമായ അവതാരകർ നിലവിളിക്കുന്ന കാഴ്ചയാണ് ഇന്ന് കേരളം കാണുന്നത്. ഈ ചർച്ചയ്ക്ക് മുമ്പ് തന്നെ ഞാൻ അഭിലാഷിനോട് പറയുകയുണ്ടായി, അങ്ങക്ക് എന്തെങ്കിലും മുൻവിധിയുണ്ടോ എന്ന് ഞാൻ അങ്ങയോട് ചോദിച്ചു. ഈ ചർച്ചയിൽ ഉടനീളം അതിൻ്റെ തുടക്കം തന്നെ അറിയാം, മുൻവിധിയാണ്. അങ്ങ് ചോദിക്കുന്നു, ഡ്രൈവറെ കൊടുക്കാനുള്ള നീക്കമോ? ഈ ചർച്ചയുടെ തുടക്കത്തിൽ അങ്ങ് ടൈറ്റിൽ അവതരിപ്പിക്കുന്നു, ഡ്രൈവറെ കൊടുക്കാനുള്ള നീക്കമോ, തെളിവ് നശിപ്പിക്കാനുള്ള ശ്രമമോ, അധികാരത്തിൻ്റെ ഹുങ്കോ? ഈ 3 ചോദ്യങ്ങളും ഇന്നത്തെ ടെലിവിഷൻ ഡിബേറ്റിൽ മാതൃഭൂമി മുന്നോട്ട് വയ്ക്കുന്ന കൃത്യമായ സ്ത്രീവിരുദ്ധതയും ഒരു പരാതിക്കാരിയോടുള്ള അവഹേളനവും അല്ല ഷിജു, ഒരു പ്രതിയോടുള്ള കാര്യം ചോദിക്കുമ്പോൾ അത് സ്ത്രീ വിരുദ്ധതയാണെന്ന് പറഞ്ഞാൽ കാര്യം വളരെ എളുപ്പമാണ്. നമ്മള് സ്ട്രോമാൻ ഫാലസി എന്നാണ് പറയാ. വളരെ വളരെ എളുപ്പമാണ് ഇത്തരം കാര്യങ്ങളെ വളച്ചൊടിക്കാൻ. അല്ല, സമയം തരാം. എന്തുകൊണ്ടാണ് ഞാൻ ചോദിച്ച ഈ ചോദ്യം എങ്ങനെയാണ് കൊടുക്കാനുള്ള ശ്രമമോ? ചോദ്യത്തിന് ഉത്തരം അല്ല, അതെങ്ങനെയാണ് ആ ചോദ്യം വരുന്നത്? കൃത്യമായും ഈ ഉന്നയിച്ച ആരോപണങ്ങളെ വേണ്ട. ഷിജു ഖാൻ ഉന്നയിച്ച ആരോപണം എന്താണ്? ലൈംഗിക അതിക്രമം നടത്തി എന്നുള്ളതാണല്ലോ. അതിനെ സബ്സ്റ്റാൻഷിയേറ്റ് ചെയ്യാനുള്ള ഏറ്റവും നിർണായകമായ തെളിവ് എന്താണ്? അത് ബസ്സിനകത്തെ CCTV ദൃശ്യങ്ങളാണ്. ആ ബസ്സിനകത്തെ CCTV ദൃശ്യങ്ങൾ ആർക്കാണ് ആക്സസിബിൾ? ഈ ചെറുപ്പക്കാരനെ, ഈ ഡ്രൈവറെ, താങ്കൾ ലൈംഗിക അതിക്രമി എന്ന് വിളിക്കുന്ന ചെറുപ്പക്കാരനെ പോലീസ് അറസ്റ്റ് ചെയ്തുകൊണ്ട് പോയി. ബാക്കി എല്ലാ ബസ്സിലും ഈ CCTVയുടെ മെമ്മറി കാർഡ് ഉണ്ട്. ഈ ബസ്സിലെ, ഈ പ്രസ്തുത ബസ്സിലെ CCTVയുടെ മെമ്മറി കാർഡ് മാത്രം ഇല്ലാതായി, ദൃശ്യങ്ങൾ അപ്രത്യക്ഷമായി. എങ്ങനെ? ഇപ്പൊ ഷിജു ഖാൻ പറയുന്ന കാര്യങ്ങളെ സബ്സ്റ്റാൻഷിയേറ്റ് ചെയ്യാൻ വേണ്ടി ഷിജു ഖാൻ നോക്ക്, ഇതാണ് ആ ബസ്സിൽ നടന്നത്, അഭിലാഷെ കാണിക്ക് എന്ന് പറഞ്ഞ് കൊടുക്കേണ്ടിയിരുന്ന തെളിവ് എവിടെ ഷിജു? അത് അറിഞ്ഞാൽ നമുക്ക് ഈ പ്രശ്നങ്ങളൊന്നുമില്ല. അല്ല, ഞാനൊന്ന് പറയട്ടെ. ഇന്നലെ ഞാൻ ഈ ഗോപികൃഷ്ണന്റെ ചർച്ചയിലും അദ്ദേഹവും ഒരു തരത്തിൽ നിയന്ത്രണമൊക്കെ വിട്ട് ഈ പ്രതിക്ക് വേണ്ടി ഇറങ്ങി പുറപ്പെട്ടിരിക്കുകയാണ്. അഭിലാഷിന്റെ വാദവും ഏതാണ്ട് അതുപോലെയാണ്. ഞാനൊന്ന് പറഞ്ഞു തീർക്കട്ടെ. അല്ല, ഇപ്പോ ദീർഘമായി അങ്ങ് ചോദിച്ചു, പ്രതിക്ക് വേണ്ടി എന്ന് ചോദ്യം ചോദിക്കുന്നവരെ ആക്ഷേപിച്ചതുകൊണ്ട് ചോദ്യമില്ലാതാവില്ല. ഞാൻ പറഞ്ഞു തീർക്കട്ടെ. അല്ല, എന്റെ വാദം അതാണെന്നേ. അതുകൊണ്ട് ഞാൻ ഒരു കാര്യം തുടക്കത്തിലേ പറയാം. പ്രതിയെ ന്യായീകരിക്കുന്നു, ലൈംഗിക അതിക്രമിക്ക് വേണ്ടി രംഗത്ത് വരുന്നുവെന്ന് എത്ര ആരോപിച്ചാലും ചോദ്യം അവിടെ നിൽക്കും. ചോദ്യം വാലിഡ് ആണ്, താങ്കൾക്ക് അറിയാം. അതേ ചോദ്യം അവിടെ നിൽക്കും. ചോദ്യകർത്താവിനെ നിങ്ങൾക്ക് എങ്ങനെ ആക്ഷേപിക്കാം? ചോദ്യം അവിടെ നിൽക്കും. അല്ല, നിങ്ങൾ ഒന്നുകിൽ ഈ ചർച്ചയിൽ ഒരു ഭാഗമെങ്കിലും പറഞ്ഞു തീർക്കാൻ, എന്നിട്ട് അങ്ങക്ക് ഉപചോദ്യമാകാം. അല്ല, ഞാൻ പറഞ്ഞത്, ഇല്ലെങ്കിൽ ഈ ചർച്ച തന്നെ പരിഹാസ്യമായി പോവും. അതായത്, നിങ്ങളൊരു ചോദ്യം ചോദിക്കുന്നു, ഞാൻ തുടങ്ങുന്നതിൻ്റെ 50ാമത്തെ സെക്കൻഡിൽ നിങ്ങൾ ഇടപെടുകയാണ്. നിങ്ങൾ പറഞ്ഞ നിങ്ങളുടെ ഈ ചർച്ചയുടെ പാറ്റേൺ തന്നെ സ്ത്രീവിരുദ്ധമാണെന്നാണ് ഞാൻ സ്ഥാപിക്കുന്നത് അഭിലാഷേ. കാരണം ഒരു പരാതിക്കാരിയെ നിങ്ങൾ അവഹേളിക്കുന്നു, ആ പരാതിക്കാരി മുന്നോട്ട് വയ്ക്കുന്ന അതിന്റെ പ്രതിയായിട്ടുള്ള ഡ്രൈവറെ നിങ്ങൾ പരസ്യമായി വെള്ളപൂശുന്നു,
നിങ്ങൾ ഈ തെളിവ് നശിപ്പിക്കാൻ ഈ പിന്നെ അധികാരികളുടെ ഹുങ്കെന്ന് നിങ്ങൾ സ്ഥാപിക്കാൻ ശ്രമിക്കുന്നു. സ്വാഭാവികമായും ഒരു സ്ത്രീ പരാതിക്കാരിയെ നിങ്ങൾ ഈ തെരുവിൽ വെച്ച് ഈ ടെലിവിഷൻ റൂമിൽ വെച്ച് നിങ്ങൾ അപമാനിക്കുകയാണ്. അത് ഞാൻ ചൂണ്ടിക്കാണിക്കണം. അതുകൊണ്ട് ഞാൻ പറഞ്ഞതാണ്. രണ്ടാമത്തെ വിഷയത്തിലേക്ക് വരാം. അതായത് കഴിഞ്ഞ 2 ദിവസം കൊണ്ട് മാതൃഭൂമിയും മനോരമയും 24ഉം ഒക്കെ പരമാവധി ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സ്ത്രീവിരുദ്ധതയുടെയും ആര്യക്കെതിരായിട്ടുമുള്ള ഒരു നിലപാടിന്റെ തുടർച്ചയാണ് ഇന്ന് അഭിലാഷ് മുന്നോട്ട് വയ്ക്കുന്ന പ്രശ്നം. പിന്നെ ഇവിടുത്തെ പ്രശ്നം എന്താ? നിങ്ങൾ തർക്കം എന്നാണല്ലോ പറഞ്ഞത്. അതെങ്ങനെ തർക്കമാവും അഭിലാഷേ? തർക്കമാണോ അഭിലാഷ് പറഞ്ഞത്? ഈ റോഡിലുണ്ടായ ഒരു തർക്കം. നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഒരു സ്ത്രീയുടെ അന്തസ്സിനും അവരുടെ അഭിമാനത്തിനും അവരുടെ സ്ത്രീത്വത്തിനും ഏൽക്കുന്ന പരിക്ക് എന്ന് പറയുന്നത് ഒരു തർക്കമല്ല അഭിലാഷേ. അതൊരു ഒഫൻസാണ്, അതൊരു കുറ്റകൃത്യമാണ്. കുറ്റകൃത്യവും തർക്കവും തമ്മിലുള്ള വ്യത്യാസം അഭിലാഷിനെ പോലും മീഡിയ പോവുകയാണോ? നിങ്ങൾ ന്യായീകരിച്ചുകൊണ്ടിരിക്കുകയാണല്ലോ. ലൈംഗികാതിക്രമത്തെ ആ ലൈംഗിക അതിക്രമം നടന്നിട്ടുണ്ടെങ്കിൽ അത് നോക്കൂ. ആ ലൈംഗിക അതിക്രമം സംബന്ധിച്ച മുഴുവൻ വിവരങ്ങളും ഉള്ള CCTV-യുടെ മെമ്മറി കാർഡ് എവിടെ പോയി ഷിജു ഖാൻ? ആ ബസ്സിൽ റിസർവ് ചെയ്ത പാസഞ്ചർമാരാണ് ഉള്ളത്. അപ്പൊ അതായത് ആ ബസ്സിലെ പാസഞ്ചർമാർ ആരാണ് എന്ന് പോലീസിന് അരമണിക്കൂർ കൊണ്ട് കണ്ടെത്താം. അങ്ങനെ ഈ ലൈംഗിക അതിക്രമം സാധൂകരിക്കുന്ന, അതിനെ ശരിവെക്കുന്ന ഒരു മൊഴി, ഇത് സാധൂകരിക്കുന്ന ഒരു CCTV ദൃശ്യം, എന്തെങ്കിലും ഇങ്ങനെ ഒരു ആരോപണം ഉന്നയിക്കുന്നതിനപ്പുറത്ത് എന്തെങ്കിലും, അതാണ് ഞാൻ പറയുന്നത്. ലൈംഗികാതിക്രമം ഈ ദിവസം വരെ ഇത് ചർച്ച ചെയ്തില്ലല്ലോ. ലൈംഗികാതിക്രമം എന്ന പരാതി, അല്ലെങ്കിൽ അങ്ങനെ ആംഗ്യം കാണിച്ചു വന്ന പരാതി വന്നു. അങ്ങനെ ഒരു പരാതി വന്നാൽ ആ പരാതിക്ക് പ്രാധാന്യം കൊടുക്കണം എന്നുള്ളതാണ് എന്റെ പക്ഷം. പക്ഷെ ആ പരാതിക്ക് ആധാരമായ കാര്യങ്ങളെ സംബന്ധിച്ച എന്തെങ്കിലും ഒരു കാര്യം അത് പറ്റിയോ? അവിടെയാണ് പ്രശ്നം. ഒരു പരാതി വ്യാജമായി ചമച്ച് ഒരു താൽക്കാലിക തൊഴിലാളിയെ അപമാനിക്കാനാണെങ്കിൽ അത് വേറെ വിഷയമാണ്. അല്ലല്ല കുറ്റവാളി താൽക്കാലിക തൊഴിലാളിയാണോ, പെർമനന്റ് ആണോ, ജേർണലിസ്റ്റ് ആണോ, അഡ്വക്കേറ്റ് ആണോ, എഞ്ചിനീയർ ആണോ എന്നുള്ളതല്ല. കുറ്റവാളി, പ്രതി അങ്ങനെ നിങ്ങൾ പറയണം. താൽക്കാലിക ജീവനക്കാരനാണ് എന്ന് സ്ഥാപിച്ചുകൊണ്ട് ഒരു പ്രതിയെ വിശുദ്ധനാക്കാൻ നിങ്ങൾ ശ്രമിക്കരുത്. അല്ലല്ല അഭിലാഷ്, ഞാൻ ഒന്ന് പറയുന്ന കേൾക്കൂ. പ്രതിയാണല്ലോ അയാൾ, പ്രതിയാണ്, കേസിലെ പോലീസ് കേസെടുത്തതുകൊണ്ട് പ്രതിയാണ്. അയാളിലുള്ള കുറ്റം സ്ഥാപിക്കാൻ കേൾക്കൂ, ദയവിത് കേൾക്കൂ. CCTV അല്ല, ഞാൻ പറഞ്ഞോട്ടെ. ഇനി 2 ഈ പിന്നെ നിങ്ങൾ പറയുന്ന യദു എന്ന് പറയുന്നയാള് നേരത്തെ അപകടകരമായി വാഹനമോടിച്ച നിരവധി കേസുകളിൽ വാഹന അപകടം ഉണ്ടാക്കാവുന്ന, ജീവന അപായം വരുത്താവുന്ന നിലയിലുള്ള വാഹനമോടിക്കലാണെന്ന് കണ്ട് നിരവധി കേസുകൾ ഉള്ള ഒരു ആളാണ്, ഒരു പ്രതി കൂടിയാണ് ഈ നിങ്ങൾ ചാനൽ മുറികളിലെല്ലാം കൊണ്ടിരുത്തി ആഘോഷിക്കുന്ന യദു. ഇനി CCTV ദൃശ്യങ്ങളെ കുറിച്ച് ഞാൻ പറയാം. CCTV ദൃശ്യങ്ങൾ ഒരു ബസ്സിലെ സംബന്ധിച്ച് ഒരു KSRTCയിലെ CCTV ദൃശ്യങ്ങൾ, അതടങ്ങുന്ന അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ, ഇതെല്ലാം ഇങ്ങനെ ഒരു വിഷയം ഉണ്ടാകുമ്പോൾ പോലീസ് അന്വേഷണത്തിൻ്റെ പരിധിയിലാണല്ലോ. പോലീസ് അന്വേഷണത്തിൻ്റെയും KSRTCയുടെ ഭാഗമായിട്ടും ഒക്കെയുള്ള പരിധിയിലാണ്, ഒരു അന്വേഷണ പരിധിയിലിരിക്കുകയാണ്. അതുകൊണ്ട് മാതൃഭൂമിയിലെ ഇന്നത്തെ ചർച്ച കൊണ്ട് ഈ കേസ് അവസാനിക്കുന്നില്ലല്ലോ. സ്വാഭാവികമായും എന്താണ് സംഭവിച്ചത്? അപ്പോൾ നിങ്ങൾ പറയുന്നത് പിന്നെ ഇതിൽ അധികാരത്തിൻ്റെ ഹുങ്കുള്ളവർക്കാണ് ഇതിൽ എന്തോ ഒരു പങ്കുള്ളത്. അപ്പോൾ അതുകൊണ്ട് ഇതൊക്കെ അധികാരത്തിൻ്റെ ഹുങ്കുള്ള ആളുടെ തലയിലെങ്കിൽ ഇരിക്കട്ടെ എന്ന് നിങ്ങൾ സ്ഥാപിക്കുകയാണ്. ഞാൻ പറയുന്നത് അന്വേഷണം നടക്കണം. എന്താണ് സംഭവിച്ചതെന്ന് നമുക്കറിയണം. നിങ്ങൾ ജേർണലിസ്റ്റുകൾ മറ്റേതെങ്കിലും എവിഡൻസ് നിങ്ങളുടെ കയ്യിൽ കിട്ടിയോ? ഇത് പോയോ, അല്ലെങ്കിൽ ഇത് എവിടെയാണ് ഇരിക്കുന്നത്, എന്താണ് സംഭവിച്ചത്? നിങ്ങളുടെ കയ്യിൽ തെളിവൊന്നും ഇല്ലല്ലോ. എൻ്റെ കയ്യിലും തെളിവില്ല. സ്വാഭാവികമായും പോലീസ് അന്വേഷണവും KSRTCയുടെ ഡിപ്പാർട്ട്മെന്റ് ലെവൽ അന്വേഷണവും ഒക്കെ വരും. അതിൻ്റെ അടിസ്ഥാനത്തിലുള്ള വസ്തുതകൾ വരുമ്പോൾ ഞാൻ ഇതേ ഫ്ലോറിൽ നിങ്ങൾ എന്നെ വിളിച്ചാൽ തീർച്ചയായിട്ടും ഞാൻ വന്നിരിക്കും. അതിനെ സംബന്ധിച്ച് ഒരു റിപ്പോർട്ടോ അതിനെ സംബന്ധിച്ച് എൻക്വയറിയോ സംബന്ധിച്ച് വന്നാൽ ഞാൻ വന്നിരിക്കാം. അതിനു മുമ്പ് ഇതിൻ്റെ എല്ലാം കാര്യകാരണം ആര്യ രാജേന്ദ്രനാണെന്നും അധികാരത്തിന്റെ ഹുങ്കാണെന്നും ഈ പ്രതി എന്ന് പറയുന്ന ഈ ക്രിമിനൽ സ്വഭാവമുള്ള ആള് വിശുദ്ധനാണെന്നും നിങ്ങൾ പറയാൻ ശ്രമിച്ചാൽ ഈ ആധുനിക, അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്, പറയാത്ത കാര്യം പറഞ്ഞു പറയുന്നത്, അങ്ങനെ ഒരു യുക്തി ഉണ്ടാക്കുന്നത് ശരിയല്ല. ഞാൻ ഒന്നുകൂടി വിശദീകരിക്കാം. എനിക്ക് മറ്റ് പാനലിസ്റ്റുകളിലേക്ക് പോകണം. അതിനു മുമ്പ് ഈ ഡ്രൈവർ കുറ്റവാളി അല്ല, വിശുദ്ധനാണ് എന്ന് ഞാൻ പ്രഖ്യാപിക്കുന്നില്ല. അതിൽ അന്വേഷണം നടക്കട്ടെ. പക്ഷേ ഈ സംഭവത്തെക്കുറിച്ച് നിങ്ങളുടെ വേർഷൻ പല കുറി തിരുത്തേണ്ടി വന്നു. ഒന്ന് ഞാൻ പറഞ്ഞല്ലോ, ഒന്ന് ലഹരി ഉപയോഗിച്ചു എന്ന വളരെ ശക്തമായ ഒരു ആരോപണം KSRTCയുടെ ഡ്രൈവർക്കെതിരെ ഉന്നയിച്ചു. തെളിയിക്കാൻ കഴിഞ്ഞിട്ടില്ല, മറിച്ചാണ് റിപ്പോർട്ട്. 2,
ഞങ്ങൾ അപകടകരമായ നിലയിലോ അല്ലാത്ത നിലയിലോ വണ്ടി കൊണ്ടുവന്ന് കുറുകെ ഇട്ടിട്ടില്ല. ഞങ്ങൾ വണ്ടി റെഡ് ലൈറ്റ് ആയപ്പോൾ പാർക്ക് ചെയ്ത ശേഷം ഡ്രൈവറോട് ഒന്ന് സംസാരിക്കുകയാണ് ചെയ്തതെന്ന് പറഞ്ഞു. മേയർ പറഞ്ഞു. അങ്ങനെയല്ല വസ്തുത. അതിന് CCTV ദൃശ്യമുണ്ട്. ഈ രണ്ട് കാര്യങ്ങളിൽ നിങ്ങൾ പറഞ്ഞ കാര്യം തെറ്റാണ് എന്ന് മാലോകർക്ക് മുഴുവൻ മനസ്സിലായി എന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. രണ്ടാമത്തേത്, നിങ്ങൾ ഉന്നയിക്കുന്ന ആരോപണങ്ങൾക്കുള്ള ഏറ്റവും സുപ്രധാനമായ തെളിവ്, അതായത് ഈ ആംഗ്യം കാണിച്ചു എന്ന കാര്യത്തിനുള്ള ഏറ്റവും സുപ്രധാനമായ തെളിവാകേണ്ട CCTV ആവിയായി പോയി, ഇല്ലാതെ പോയി, അപ്രത്യക്ഷമായി പോയി. പിന്നെ ഞാൻ ഇവിടുന്ന് എന്ത് ചോദിക്കണം ശ്രീ ഷിജു ഖാൻ? അല്ല ദയവ് കേൾക്കൂ. അതായത് വാസ്തവത്തിൽ ഇപ്പോഴും അഭിലാഷ് ഇടപെടല്ലേ, കാരണം നിങ്ങളൊക്കെ പ്രകോപിതരായി ഇടപെടും, അതുകൊണ്ട് ഇടപെടരുത്. ഞാൻ പറഞ്ഞത്, ഇപ്പോൾ നമ്മളൊരു എൻ്റെ പോക്കറ്റ് അടിച്ചുകൊണ്ട് ഒരാൾ പോവുകയാണ്, അല്ലെങ്കിൽ എൻ്റെ വീട്ടിൽ കയറി മോഷണം നടത്തുകയാണ്, അല്ലെങ്കിൽ എൻ്റെ വാഹനത്തെ ഇടിച്ചിട്ടിട്ട് പോവുകയാണ്. അപ്പോൾ അങ്ങനെ ഇടിച്ചിട്ടിട്ട് പോവുകയോ അല്ലെങ്കിൽ അപ്രകാരം ഇടിക്കാൻ ശ്രമിക്കുകയോ ഒക്കെ ചെയ്ത് ഒരു വാഹനം കടന്നു പോകുമ്പോൾ സ്വാഭാവികമായും നമ്മൾ ഈ വിഷയം എന്താണെന്ന് അന്വേഷിക്കും, നമ്മൾ പ്രതികരിക്കും. അതിൻ്റെ അടിസ്ഥാനത്തിൽ ചിലപ്പോൾ ഒരു ട്രാഫിക് ബ്ലോക്ക് ഉണ്ടായെന്ന് വരും. അത് അപ്പോഴത്തെ ഒരു സാഹചര്യത്തിൽ ഒരു സ്ത്രീ, ഇപ്പോൾ നിങ്ങളുടെ അമ്മയോ പെങ്ങളോ എൻ്റെ അമ്മയോ പെങ്ങളോ ആരോ ആയിക്കോട്ടെ, ഈ ലൈംഗിക ചേഷ്ട എന്താണെന്നും ഞാൻ അഭിലാഷിന് ഫോൺ ഈ ചർച്ച തുടങ്ങുന്നതിന് മുമ്പ് അതിനെ സംബന്ധിച്ച് പറഞ്ഞു. അതായത് ഒരു ലൈംഗിക ചേഷ്ട ഒരു സ്ത്രീയോട് കാണിക്കുന്ന ക്രിമിനൽ മനോവൈകൃതത്തിൻ്റെ ഭാഗമായിട്ടുള്ള ഒരു കാര്യം അവിടെ നടക്കുന്നു. നിങ്ങൾ ഇന്നലെ ഞാൻ ആലോചിക്കുന്നത് ഗോപികൃഷ്ണനും അഭിലാഷും ഒക്കെ ഒരേ സ്ക്രിപ്റ്റ് ആണോ അവതരിപ്പിക്കുന്നതെന്നാണ് ഞാൻ ആലോചിക്കുന്നത്. നിങ്ങൾ ഈ വിഷയം അതാണ് അടിസ്ഥാന പ്രശ്നം. അടിസ്ഥാന പ്രശ്നം ലൈംഗിക ചേഷ്ടയാണ്. അതിനെ നിങ്ങൾ എങ്ങനെ ന്യായീകരിക്കും? നിങ്ങൾ അത് നടത്തിയ ഡ്രൈവറെ എങ്ങനെ അങ്ങനെ ഒരു ചേഷ്ട ഉണ്ടായിട്ടില്ല എന്ന് അയാൾ പറയുന്നു. അയാള് പോലീസ് സ്റ്റേഷനിൽ നിന്ന് ഇവരെ സോറി പറയാൻ വിളിക്കുമ്പോൾ പോലും പറയുന്നത് അങ്ങനെ ഒരു കാര്യം എന്റെ ഭാഗത്തു നിന്ന് ഉണ്ടായിട്ടില്ലെന്നാണ്. അങ്ങനെ ഉണ്ടായിട്ടുണ്ടെന്ന് നിങ്ങൾ ഉറപ്പിച്ചു പറയുന്നു. അങ്ങനെ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അത് ബസ്സിൽ 3 ക്യാമറ വെച്ചിട്ടില്ലേ? ഒരു ക്യാമറ ഡ്രൈവറുടെ ഫേസ് ചെയ്തുകൊണ്ട് ഡ്രൈവറുടെ ക്യാബിനിലാണ്. ആ ലൈംഗിക ചേഷ്ട ആ ക്യാമറയിൽ പതിഞ്ഞിട്ടുണ്ടാവും. അങ്ങനെയാണെങ്കിൽ പിന്നെ നമ്മൾ ചർച്ച പോലും നടത്തേണ്ട കാര്യമില്ലല്ലോ. കേരളവും ഞാനും എല്ലാവരും ആര്യ രാജേന്ദ്രനും ഒരു സംശയവും വേണ്ട ഷിജു ഖാൻ. പക്ഷേ ആ ബസ്സിലെ മാത്രം CCTV ദൃശ്യങ്ങൾ അപ്രത്യക്ഷമാവുന്നത് ദുരൂഹമാണ്. ആ CCTV ക്യാമറയിലേക്ക്, ഈ ബസ്സിനകത്തേക്ക് അതിലേക്ക് ആക്സസ് കേരളം ഭരിക്കുന്നത് നിങ്ങളാണ്. വേറെ ആർക്കാണ് അതിലേക്ക് ആക്സസ്? അല്ലല്ല അതൊന്നും വാസ്തവത്തിൽ നിങ്ങൾ ജേർണലിസത്തിന്റെ ബേസിക് ആയ പാഠങ്ങൾ മറന്നുകൊണ്ടാണ് സംസാരിക്കുന്നത്. ജേർണലിസത്തിന്റെ ബേസിക് പാഠങ്ങൾ നിങ്ങൾ മറക്കുകയാണ്. ഒരു ക്രൈം നടന്നിട്ടുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഒരു CCTV ദൃശ്യങ്ങൾ അടങ്ങുന്ന ചിപ്പ് നഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ, അതല്ലെങ്കിൽ അത് റീപ്ലേസ് ചെയ്യപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒക്കെ നമ്മുടെ മുന്നിൽ അതൊക്കെ അന്വേഷണത്തിന്റെ പരിധിയിൽ വരുന്ന കാര്യമല്ലേ? ആ അന്വേഷണത്തിന്റെ പരിധിയിൽ വരുന്ന കാര്യം ഇതെല്ലാം നിങ്ങൾക്കാണ്. അതായത് ഈ ചർച്ചയിൽ പങ്കെടുക്കുന്ന ഞാനും കേരളത്തിലെ CPI വരുന്ന കാര്യം, ഈ വണ്ടി ഓടിച്ച ആള് ലൈംഗിക കുറ്റവാളിയാണ് എന്നുള്ളത് നേരത്തെ അറിയാം. ബാക്കിയൊക്കെ അന്വേഷണത്തിന്റെ പരിധിയിൽ വരുന്ന കാര്യവും അല്ലല്ല. ഞാൻ പറഞ്ഞത് സ്വാഭാവികമായി ഇതൊക്കെ. പിന്നെ ഇന്ന് പുറത്തു വന്ന വാർത്ത, ഞാൻ ഇന്നൊരു 12 മണിക്ക് ഇരിക്കുമ്പോൾ ഏഷ്യാനെറ്റ് ആണെന്ന് തോന്നുന്നു ആദ്യം ഈ വിഷയത്തിൽ വിളിക്കുകയാണ്, ഇങ്ങനെ CCTVയുമായി ബന്ധപ്പെട്ടപ്പോൾ ഞാൻ പറഞ്ഞു ആ വിഷയം എനിക്കറിയില്ല, അതെന്താണെന്ന് നോക്കട്ടെ എന്ന് പറഞ്ഞു. സ്വാഭാവികമായും KSRTCയും പോലീസും ആ ഡിപ്പാർട്ട്മെന്റ് ലെവലിലുള്ള അന്വേഷണമൊക്കെ നടക്കുമ്പോൾ അത് കൃത്യമായി പുറത്തു വരുമല്ലോ. പിന്നെ നിങ്ങൾ ഇതുപോലെ എത്ര രാത്രികളിൽ നിലവിളിച്ചിരിക്കുന്നു അഭിലാഷേ? AKG സെന്ററിന് മുന്നിൽ നടന്നിട്ടുള്ള പിന്നെ ആക്രമണത്തെ സംബന്ധിച്ച് നിങ്ങൾ ഒന്നുമില്ല, ഒന്നും സംഭവിച്ചില്ല എന്നൊക്കെ എത്ര ദിവസം നിങ്ങൾ ഞാൻ പറഞ്ഞിട്ടില്ല. ഞാൻ എന്തൊക്കെ കാര്യങ്ങളിൽ വിലപിച്ചിട്ടില്ല എന്നുള്ള കാര്യത്തിൽ എനിക്ക് നല്ല ബോധ്യമുണ്ട്. ഇന്ന് രാത്രി ലോകം അവസാനിക്കുവോ? അല്ല, ലോകം ഒന്നും അവസാനിക്കില്ല. അവസാനിക്കാതിരുന്നാൽ മതി. നാളെ ഈ പറഞ്ഞ ദൃശ്യങ്ങളിൽ ഇയാൾ മോശമായി പെരുമാറുന്ന ദൃശ്യം വരുമ്പോൾ നിശ്ചയമായും അയാളാണ് കുറ്റക്കാരനെന്ന് പറയും. അതിൽ കുഴപ്പമൊന്നുമില്ല. അഭിലാഷേ, നിങ്ങള് നാഷണൽ ഇൻവെസ്റ്റിഗേഷൻ ഏജൻസിയുടെ ഓഫീസറാണോ? ഈ CCTV ദൃശ്യങ്ങളൊക്കെ ഈ സർക്കാരും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയും കടത്തിക്കൊണ്ട് പോയി എന്ന ഒരു നിഗമനത്തിലെത്താൻ നിങ്ങൾ CBI പോയി എന്ന് ഞാൻ പറഞ്ഞില്ല. പോയോ? അത് എവിടെ? അപ്രത്യക്ഷമായി പോയി. നമ്മുടെ സംസ്ഥാനത്ത് പലതും അങ്ങനെയാണല്ലോ. അകത്ത് നിന്നാണ് നിങ്ങൾ ചോദിക്കേണ്ടത്. അതാണ് നിന്ന നിപ്പിൽ അപ്രത്യക്ഷമാവുന്ന ഒരു പ്രത്യേകതരം സംവിധാനമാണ്. ഞാൻ വരാം. ശ്രീ ജ്യോതികുമാർ ചാമക്കാല, ഇപ്പോ ഇവിടെ ഉന്നയിച്ചിട്ടുള്ള ആരോപണം എവിടെയാണ് നിന്ന നിപ്പിൽ അപ്രത്യക്ഷമാകുന്ന പ്രത്യേക സംവിധാനം എവിടെയാണ് അഭിലാഷേ? കേരളത്തിൽ അല്ലാതെ എവിടെയാണ്? ഞങ്ങൾക്കറിയില്ല എവിടെയാണ്. എന്താ പിന്നെ ഈ ബസ്സിലെ CCTVയുടെ ദൃശ്യം കൊണ്ടുപോവാ? പോലീസിന് കിട്ടിയോ? അതാണ് നിങ്ങൾ പോലീസ് അന്തം വിട്ട് കുന്തം വിഴുങ്ങി നിൽക്കല്ലേ? പോലീസിന്റെ കയ്യിലിട്ടോ? കിട്ടിയോ? ഇന്ന് അന്വേഷിക്കാൻ പോയിട്ട് കിട്ടിയോ? അല്ലല്ല, അതൊന്നും എനിക്കറിയില്ല. എനിക്കറിയാം. എന്നാ കിട്ടിയിട്ടില്ല. അഭിലാഷിന്റെ മുന്നിൽ എനിക്കറിയാം കിട്ടിയിട്ടില്ലെന്ന്. കിട്ടിയിട്ടില്ല. പോലീസിന്റെ കയ്യിൽ ഒന്നുമില്ല. അഭിലാഷേ, അഭിലാഷേ
നിങ്ങൾ എത്രയെത്ര കേസുകളിൽ പോലീസിന്റെ തലയിൽ വെച്ച് ഇതാ അന്തം വിട്ട് കുന്തം വിഴുങ്ങി അവസാനം നിങ്ങളല്ലേ കുന്തം വിഴുങ്ങേണ്ടി വരുന്ന നമുക്ക് നോക്കാം. ഇത് അന്വേഷിക്കുക. നിങ്ങൾ എന്താ പറയാ ആരോപണത്തിന്റെ ഭാഗത്തുള്ള ഒരു വിഷയമല്ലേ, അപ്പൊ കണ്ടുപിടിക്കണ്ടേ, ഇത് അറിയണ്ടേ, നാട്ടുകാർ അറിയണ്ടേ, അത്രേ ഇതുപോലെ നമുക്കൊന്ന് നമുക്ക് ഇരിക്കാം. എനിക്ക് അതിൽ മുൻവിധിയൊന്നും ഇല്ല കേട്ടോ ഷിജു ഖാൻ. ഇക്കാര്യത്തിൽ ആര്യ രാജേന്ദ്രനെ അപമാനിക്കുന്ന വിധത്തിൽ ആ ഡ്രൈവർ പെരുമാറിയിട്ടുണ്ടെങ്കിൽ മാതൃകാപരമായി ശിക്ഷിക്കപ്പെടണം. അതിൽ യാതൊരു തർക്കവും ഇല്ല. അതുകൊണ്ട് ആരുടെങ്കിലും പക്ഷം പിടിക്കുന്നു എന്ന് വിചാരിക്കണം. ഞാൻ എത്ര വിശാല മനസ്കതയാണ് അഭിലാഷിനൊക്കെ ഉള്ളത്. വിശാല മനസ്കതയുടെ പ്രശ്നമല്ല, നീതിയുടെ പക്ഷത്ത് നിൽക്കുക എന്നുള്ളത് പ്രാഥമികമായ ഒരു മനുഷ്യത്വമല്ലേ, അത്രേ ഉള്ളൂ. പുലഭ്യം മുഴുവൻ സോഷ്യൽ മീഡിയയിൽ വിളിച്ച് പുലഭ്യം വിളിച്ചതൊക്കെ വേറെ വിഷയം. പെരുങ്കള്ളി എന്ന് മാത്രം പറഞ്ഞില്ല, അതിനപ്പുറമുള്ള എല്ലാ വാക്കും ഉപയോഗിച്ച് നിങ്ങളെപ്പോലെ മാന്യദേഹങ്ങൾ ആക്ഷേപിച്ച ശേഷം ഇപ്പോ പറയുന്നു ഇല്ല ഒരു ആക്ഷേപവും നടത്തിയിട്ടില്ല ഷിജു ഖാൻ. ഇത് കാണുന്ന ആളുകൾ സാമാന്യ ബുദ്ധിയുള്ളവരല്ലേ, അവര് ടെലിവിഷൻ കാണാനും പത്രം വായിക്കാനും ഒക്കെ അറിയുന്ന ആളുകളല്ലേ, അവര് വിലയിരുത്തട്ടെ. ഓക്കെ ഞാൻ ആ തർക്കം വിട്ടു. നിങ്ങൾ പറയുന്ന കാര്യങ്ങൾ മാത്രമല്ല സാമാന്യം ബുദ്ധിയുള്ള ആളുകൾ ആണെന്ന് വിലയിരുത്തിക്കോട്ടെ. ഞാൻ പറഞ്ഞ കാര്യം മാത്രം വിലയിരുത്തിക്കോട്ടെ എന്നല്ലോ, ഞാനും താങ്കളും മറ്റുള്ളവരും ഒക്കെ പറയുന്ന കാര്യങ്ങൾ ജനങ്ങൾ വിലയിരുത്തിക്കോട്ടെ എന്നുള്ളതാണ്. ഞാനത് വിട്ടു.